ആസിയാൻ ഉച്ചകോടിക്കിടെ അടുത്ത മാസം മോദി ട്രംപ് കൂടിക്കാഴ്ചയുണ്ടായേക്കും. ഒക്ടോബർ 26-27 മലേഷ്യയിലാണ് ഉച്ചകോടി. ഈ മാസം തന്നെയാണ് കൂടിക്കാഴ്ച ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ്. വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, കഴിഞ്ഞ ദിവസങ്ങളൊരു സൂചനയുണ്ടായിരുന്നു കൂടിക്കാഴ്ച ഉടൻ തന്നെ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ അത് കൃത്യമായി തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു അല്ലേ? അനുജ, കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ള സാധ്യതകൾ അനുജ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള ചില ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ അത്തരത്തിലേക്കുള്ള സാധ്യതകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ള ചില സൂചനകൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയമോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഔദ്യോഗിക വൃത്തങ്ങളോ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായി ഒരു അറിയിപ്പും നൽകിയിട്ടില്ല. പക്ഷേ ഈ മാസം അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാസം 26-27 മലേഷ്യയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ, ആസിയൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയേക്കാം എന്നുള്ള ചില സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. അങ്ങനെ ആ കൂടിക്കാഴ്ച ഉണ്ടാവുകയാണ് എങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക തീരുവ അടക്കം ചുമത്തിയ ഒരു പശ്ചാത്തലത്തിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാകും അതെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ മാർക്കോ റൂബിയുമൊക്കെയായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യയും US-ഉം തമ്മിൽ വളരെ നല്ല ബന്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിൽ അതിശക്തമായിട്ടുള്ളൊരു ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഊർജിതമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും ഇരു നേതാക്കളും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യതകൾ അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന അമേരിക്കയിൽ നിന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. ഒക്ടോബർ 26-27 മലേഷ്യയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഒരുപക്ഷെ ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. താരിഫ് അടക്കം പ്രഖ്യാപിച്ച, അധിക തീരുവ അടക്കം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ച ഉണ്ടാവുക. അതിൽ ഈ പറഞ്ഞതുപോലുള്ള ഇന്ത്യയുടെ ആശങ്കകളടക്കം ഒരുപക്ഷെ ആ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകാനുള്ള സാധ്യതയും നിലവിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഒപ്പം തന്നെ മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൂടി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അദ്ദേഹം ഡിസംബർ 6-5 തീയതികളിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്നതിനിടെ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നിലവിലുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ, എണ്ണ വാങ്ങുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ നിലപാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ ആ കൂടിക്കാഴ്ചയിലും ചർച്ചയാകും. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപും ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച അത് ഈ മാസം തന്നെ ഉണ്ടായേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടി ലഭിക്കുന്നത്. ഇതിൽ ഈ ഇരട്ടത്തീരുവ വിഷയത്തിലൊക്കെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലാകാതിരുന്ന സമയത്ത് കൂടിയാണ് പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനം വന്നത്. ആ സമയത്ത് ട്രംപിന്റെ ഒരു ആശംസാ സന്ദേശം എത്തിയിരുന്നു. അതിൽ മൈ ഫ്രണ്ട് എന്ന് ഒരിക്കൽ കൂടി വിശേഷിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ ഈ കൂടിക്കാഴ്ച എന്നുള്ളത് ആ തരത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? ഉറപ്പായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനത്തിൽ മൈ ഫ്രണ്ട് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് ട്രംപ് അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, ആശംസകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നാലെ ഇന്ത്യക്കെതിരെ ചില വിമർശനങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അധിക തീരുവ ചുമത്തിയ നടപടിയടക്കം അതുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറുവശത്ത് ഇന്ത്യയെ ചേർത്ത് പിടിക്കുകയും പ്രധാനമന്ത്രി തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷമടക്കം ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് ട്രംപിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതാണെങ്കിലും അതിനുശേഷമുള്ള ഈ തിരുവടക്കം ചുമത്തിയിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ച എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രീതിയിലൊരു പ്രാധാന്യം നൽകുന്നതും. അത് ഈ മാസം മലേഷ്യയിൽ ചേരുന്ന ആസിയൻ ഉച്ചകോടിയിൽ വെച്ച അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേദി ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴും നേരത്തെ തന്നെ US ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അത് അധികം വൈകാതെ ഉടൻ ഉണ്ടായേക്കുമെന്ന US ഔദ്യോഗിക വൃത്തങ്ങളൊക്കെ നേരത്തെ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനുജ, ആസിയാൻ ഉച്ചകോടിക്കിടെ ഈ മാസം 26-27 തീയതികളിൽ മലേഷ്യയിൽ വെച്ച് മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരമാണിപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.